നമസ്തേ. ദശകം 28 ശ്ലോകം 6 വായിച്ചു. വരണസ്രജമാതമൃംഗനാദാം ദദധീസാ കുജകുംഭമന്ദയാനാ പദസിഞ്ചിതമഞ്ജുനോപുരാ ത്വാം കലിതവ്രീലവിലാസമാസസാദാ. ആദ്യഭ്യനാദാം വരണസ്രജം ദദതി. വണ്ടുകളുടെ നാദത്തോടുകൂടിയ വരണമാല്യം ഏന്തിയവളും കുജകുംഭമന്ദയാന സ്തനകലശങ്ങളുടെ ഭാരത്താൽ മന്ദഗാമിനിയും പദശിഞ്ചിത മഞ്ജു നൂപുരസ കാലിൽ കിലുങ്ങുന്ന ചേതോഹരങ്ങളായ പാദസരങ്ങളോട് കൂടിയവളുമായ ലക്ഷ്മി ഭഗവതിയെ കലിത വ്രീഡവിലാസം ത്വാം ആസസാദ. ലജ്ജാവതിയായി പ്രകാശം പരത്തിക്കൊണ്ട് അങ്ങയെ സമീപിച്ചു. ഇവിടെ ഒരു സ്വയംവരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് ലക്ഷ്മിദേവി പെരുമാറിയത് എന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കുകയാണ്. ഒരു നവവധു കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന സൂചന ഇവിടെ മഹാലക്ഷ്മി നൽകുകയാണ് ചെയ്യുന്നത്. സുഗന്ധപുഷ്പങ്ങളാൽ കോർത്തിണക്കിയും സുഗന്ധം കൊണ്ട് വണ്ടുകൾ ചുറ്റും കൂടി പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൻ്റെ അകമ്പടിയോടുകൂടിയതുമായ വരണമാല്യവും എടുത്തവളും വർദ്ധിച്ച സ്തനഭാരത്താൽ മെല്ലെ നടക്കുന്നവളും കാലിൽ ധരിച്ച് കിലുങ്ങുന്ന പാദസരത്തോടു കൂടിയവളുമായ ലക്ഷ്മി ഭഗവതി ലജ്ജാവതിയായി പ്രകാശം പരത്തിക്കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ സമീപത്തേക്ക് ചെന്നു. ഇവിടെ സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളെ ലജ്ജാവതി എന്ന് വിളിക്കാൻ കാരണം. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആ ലജ്ജ പ്രകടിപ്പിക്കേണ്ടത് എന്നും നമ്മുടെ പുരാണങ്ങളിലും അതുപോലെ ശാസ്ത്രങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ ആ മഹാലക്ഷ്മി ഏറ്റവും അധികം സുഗന്ധമുള്ള പുഷ്പങ്ങളെ കൊണ്ട് കോർത്തിണക്കിയ മാല കയ്യിൽ പിടിച്ചിരിക്കുന്നു. വരണമാല്യാണ്. അപ്പോൾ അവിടെ ചുറ്റും വണ്ടുകൾ, ഈ സുഗന്ധം ആകർഷിച്ച് വണ്ടുകൾ ചുറ്റും കൂടിയിരിക്കുന്നു. ആ മാലയോടുകൂടി മെല്ലെ മെല്ലെയാണ് പാദസരമണിഞ്ഞ ആ കാല് മെല്ലെ മെല്ലെ വെച്ചുകൊണ്ട് നമ്രമുഖിയായി ലജ്ജാവതിയായി താഴെ നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. സാന്ദർഭികമായി പറയട്ടെ, സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സ്വഭാവ ഗുണമായിട്ടാണ് ലജ്ജയെപ്പറ്റി ഋഷികളുടെയും കവികളുടെയും അഭിപ്രായം. അധ്യാത്മരാമായണത്തിൽ സീതാദേവി വരണമാല്യവുമായി ശ്രീരാമൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ സീതാദേവി ലജ്ജാവതിയായിരുന്നുവെന്ന് പ്രത്യേകം രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അർണോച നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി, വിനയഭാവത്തോടു കൂടിയാണ്. സത്രപം എന്ന് പറഞ്ഞാൽ ലജ്ജ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുരാണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കി അത് നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾ അതുപോലെ പെരുമാറേണ്ടതാണ് എന്ന സൂചന നമുക്ക് നൽകുന്നു. നാരായണീയം നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്, നന്നായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഉൾക്കൊണ്ട തത്വങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ കഴിയുന്നതും പ്രായോഗികമാക്കണം. അപ്പോഴാണ് നമ്മുടെ സംസ്കാരം വികാസം പ്രാപിക്കുന്നത്. എന്താ ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ? മനസ്സിൻ്റെ നവീകരണമാണ് സംസ്കാരം. മനസ്സെങ്ങനെ നവീകരിക്കപ്പെടുന്നു? ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന തത്വങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അത് തൻ്റെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ആ വ്യക്തി തിളങ്ങുന്നു. അതുതന്നെയാണ് തിളക്കം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ അവരും അത് അനുകരിക്കുന്നു. സമൂഹത്തിലെ ആദരണീയരായ വ്യക്തികൾ എങ്ങനെയാണോ ഓരോ സന്ദർഭങ്ങളിൽ പെരുമാറുന്നത് അത് മറ്റുള്ളവർ ശ്രദ്ധിച്ച് അങ്ങനെ അനുകരിക്കുന്നു. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനഃ സ്വയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. വളരെ വ്യക്തമായി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ഓരോരുത്തരും സമൂഹത്തിലും വീടുകളിലും പെരുമാറുമ്പോൾ തൻ്റെ ഈ പെരുമാറ്റം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്,
അവർക്ക് നമ്മുടെ പെരുമാറ്റം ഒരു തെറ്റായ സൂചനയായി പോകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി തൻ്റെ കർമ്മങ്ങൾ ചെയ്യണം എന്ന വലിയൊരു തത്വം ഇവിടെ അനാവരണം ചെയ്യുന്നു. ലക്ഷ്മി ദേവിയും അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ധൃതിപ്പെട്ടു പോയെന്ന് മാലയിട്ട് പോകുമല്ല എന്നർത്ഥം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹം ശ്രദ്ധിച്ചാൽ നവവധു എന്തോ ഒരു സ്വീകരണത്തിൽ പങ്കെടുത്തതുപോലെ എല്ലാവരെയും നോക്കി കൈവീശിക്കൊണ്ടൊക്കെയാണ് പോകുന്നത്. അത് നമ്മുടെ ആചാരമല്ല. ഈ രാമായണത്തിലും നാരായണീയത്തിലും എന്തൊന്നാണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ആചരിക്കേണ്ടത്. അടുത്തത് ശ്ലോകം 7. ഗിരീശദ്രുഹിനാദി സർവദേവാൻ ഗുണഭാജോപ്യോ വിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാത്തയ്യനയ്യാഭി ദിവ്യമാല. 7ാമത്തെ ശ്ലോകം. അനയാ ഗിരിശ ദൃഹിണാദി സർവദേവാൻ. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാരെല്ലാം ലക്ഷ്മി കടാക്ഷത്താൽ ഗുണഭാജക അവിമുക്ത ദോഷലേശാൻ അവമർശ്യ. ആശ്രിത വാത്സല്യാദി ഗുണങ്ങളുള്ളവരാണെങ്കിലും അവർ ദോഷാംശത്തിൽ നിന്ന് നിശേഷം മോചിതരല്ലെന്ന് മനസ്സിലാക്കിയ ദേവി സദാ ഏവ സർവരമ്യേ ത്വയി അഭി. എപ്പോഴും എല്ലാ രീതിയിലും ആകർഷണീയത്വമുള്ള അങ്ങയിൽ തന്നെ ദിവ്യമാല നിഹിത പവിത്രമായ വരണമാല്യം സമർപ്പിച്ചു. ഇവിടെ സ്വയംവരം ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ സകല ദേവന്മാരും സന്നിഹിതരായിട്ടുണ്ട്. പരമശിവനും ബ്രഹ്മാവും തുടങ്ങിയ നിരവധി ദേവന്മാർ. അവരുടെ മുന്നിലൂടെ ദേവി ഈ വരണമാല്യവുമായിട്ടങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് അവിടെ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരാണ്. അവരൊന്ന് ശ്രദ്ധിച്ചു. അവർ നമ്മെ തന്നെ അനുഗ്രഹിക്കേണ്ടവരാണ് എന്ന നിലയിൽ അവരുടെ മുമ്പിൽ എത്തിയപ്പോൾ ഒന്ന് ബഹുമാനത്തോടുകൂടി കണ്ണുകളെ കൊണ്ട് വന്ദിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ മുന്നോട്ട് പോയി. സ്വയംവരം എന്നാൽ കന്യക സ്വന്തം ഇഷ്ടമനുസരിച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരിൽ നിന്ന് ഒരു വ്യക്തിയെ വരനായി തിരഞ്ഞെടുക്കുക എന്നതാണ്. ദേവി തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വരണമാല്യമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ആദ്യം കാണുന്നത് ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാരെയാണ്. അവരെല്ലാവരും തൻ്റെ അനുഗ്രഹത്താൽ ഭക്തന്മാർക്ക് ആശ്രയിക്കാൻ പറ്റുന്നവരും സ്നേഹവാത്സല്യം ഉള്ളവരുമാണ്. എങ്കിലും ദോഷാംശം പൂർണ്ണമായും ഇല്ലാത്തവരല്ല എന്ന വസ്തുത ദേവിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അവരെയെല്ലാം ഒഴിവാക്കി സർവഗുണസമ്പന്നനും എപ്പോഴും ഒരേ നിലയിൽ വർത്തിക്കുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ സമീപിച്ച് തൻ്റെ കയ്യിലുള്ള പവിത്രമായ വരണമാല്യത്തെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ലക്ഷ്മി ദേവി അണിയിച്ചു. പൂർണ്ണമായും ഭക്തിയോടുകൂടി വേണം ഈ വരണമാല്യം വധു വരൻ്റെ കഴുത്തിൽ അണിയിക്കാൻ. അവിടെ ഭക്തിയാണ് ഉണ്ടാവേണ്ടത്, മറ്റൊന്നുമല്ല. അതൊക്കെ നമ്മൾ അനുകരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റേതെങ്കിലും മനസ്സ് പതറിപ്പോകുന്ന സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ആ വധുവിനും വരനും ഭക്തിയെ പ്രദാനം ചെയ്യുന്ന രീതിയിൽ എല്ലാവരും അവരെ വീക്ഷിച്ചു ആ ചടങ്ങ് നന്നാക്കേണ്ടതാണ് എന്നാണ് അടുത്തത്. ശ്ലോകം 8. ഉരസാതരസാമമാനിദൈനാം ഭുവനാനാം ജനനീമനന്യഭാവം തുതുരോ വിലസത്തദീക്ഷണശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. അനന്യഭാവാം ഏനാം ഭുവനാനാം ജനനീം. അങ്ങയിൽ മാത്രം പ്രണയമുള്ള ഈ ലോകമാതാവിനെ തരസ ഉരസ മമാനിത. ഉടനെ അങ്ങ് തൻ്റെ മാറിടത്തിലിരുത്തി ആദരിച്ചു. തുതുരോവില സത്ത തീഷ്ണ ശ്രീ പരിവൃഷ്ട്യ. അങ്ങയുടെ തിരുമാറിടത്തിൽ വിലസുന്ന ലക്ഷ്മി ദേവിയുടെ കടാക്ഷകാന്തിയുടെ എല്ലായിടത്തുള്ള വർഷത്താൽ വിശ്വം പരിപുഷ്ടം ആസ. ലോകം സർവൈശ്വര്യ സമൃദ്ധമായി തീർന്നു. ദേവി തൻ്റെ കഴുത്തിൽ മാലയണിഞ്ഞപ്പോൾ ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി ദേവിയെ സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താണ് ചെയ്തത്? ലക്ഷ്മി ദേവിക്ക് തന്നോട് മാത്രമേ പ്രേമഭക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ലോകമാതാവായ ശ്രീദേവിയെ സഹർഷം സ്വീകരിച്ച് ഉടനെ തന്നെ തൻ്റെ മാറിടത്തിലിരുത്തി ആദരിച്ചു. തൻ്റെ ഹൃദയത്തിലാണ് പ്രതിഷ്ഠിച്ചത് മഹാലക്ഷ്മി. പരമശിവൻ തൻ്റെ ഇടതുഭാഗത്താണ് പാർവതിയെ പ്രതിഷ്ഠിച്ചത്. ബ്രഹ്മാവ് സരസ്വതിയെ മുഖത്താണ് പ്രതിഷ്ഠിച്ചത്. മഹാവിഷ്ണു തൻ്റെ ഹൃദയത്താണ് പ്രതിഷ്ഠിച്ചത്. ഭഗവാന്റെ തിരുമാറിടത്തിലിരുന്ന് ഉല്ലസിക്കുന്ന ലക്ഷ്മി ദേവിയുടെ കടാക്ഷകാന്തിയുടെ പരക്കെയുള്ള വർഷത്താൽ ലോകം സർവൈശ്വര്യ സമൃദ്ധമായി തീർന്നു. അങ്ങനെ
വിഷ്ണുവിൻ്റെ മാറിടത്തിൽ സദാ വിലസുന്ന ലക്ഷ്മി ദേവിയെയും കൂടി നാം പ്രാർത്ഥിക്കുന്നു മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഐശ്വര്യം ലഭിക്കാനായിട്ട്. ദാമ്പത്യ ജീവിതത്തിന് ആദ്യ മാതൃകയാണ് ലക്ഷ്മി വിഷ്ണു സങ്കല്പം. വിഷ്ണു ശരീരത്തിലെ ഹൃദയാന്തർഭാഗത്ത് തന്നെയാണ് ഐശ്വര്യത്തിൻ്റെ മാതാവായ ലക്ഷ്മി ദേവിയും അധിവസിക്കുന്നത്. ഭാര്യാഭർത്തൃബന്ധം എന്നാൽ രണ്ടുപേരും ഒരു ശരീരവും ഒരു മനസ്സും എന്ന നിലയിൽ ലക്ഷ്മി വിഷ്ണു ദമ്പതികളെപ്പോലെയും ശിവശക്തി ദമ്പതികളെപ്പോലെയും ആയിത്തീരണമെന്നാണ്. ഈ നാരായണീയം വായിക്കുന്നവരൊക്കെ ഈ കാര്യം ശ്രദ്ധിച്ച് അത് തൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പം അത്തരം കാര്യങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ധാരാളം വേദികളിൽ നാരായണീയം വായിച്ച് സംതൃപ്തരായി പോകുന്നു. പക്ഷെ കുടുംബത്തിൽ താൻ വായിച്ച് പഠിപ്പിച്ച നാരായണീയത്തിലെ തത്വങ്ങളാണോ നടപ്പിലാകുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിച്ച് അതിൽ ചില നടപ്പിലാക്കിയാൽ മാത്രമേ ഈ നാരായണീയ പഠനം കൊണ്ട് പ്രത്യേകതയുള്ളൂ അല്ലെങ്കിൽ ഗുണമുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് ശ്ലോകം 9. അതിമോഹന വിഭ്രമാതദാനീം മദയന്തീം ഖലു വാരുണീ നിരാഘാത് തമസപദവീമദാസ്ത്വമേന മതിസമ്മാനനയാ മഹാസുരേഭ്യ. തദാനീം അതിമോഹന വിഭ്രമ. അവസരത്തിൽ വളരെയധികം മോഹജന്യമായ വിഭ്രമത്തെ നൽകുന്ന മദയന്തി വാരുണി നിരാഘാത്ഖലു. മതം ഉണ്ടാക്കുന്ന വാരുണി ദേവി ഉത്ഭവിച്ചു. തമസ പദവീമേന. അജ്ഞാനത്തിൻ്റെ കാരണഭൂതയും അസുരന്മാർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവളുമായ വാരുണി ദേവിയെ അതിസമ്മാനനായ മഹാസുരഭ്യെ അതാ അസുരന്മാർക്ക് ബഹുമാനപൂർവ്വം അങ്ങ് സമ്മാനിച്ചു. അപ്പോൾ അങ്ങനെ ലക്ഷ്മിദേവി പോയതിനു ശേഷം വാരുണി ദേവി ആണ് പിന്നീട് ഉണ്ടായത് എന്നാണ് പറയുന്നത്. വളരെയധികം മോഹവിഭ്രമങ്ങളെയും ഭോഗാസക്തിയെയും നൽകുന്ന വാരുണി ദേവിയെ തമോ ഗുണപ്രധാനന്മാരായ അസുരന്മാർക്ക് അത്യന്തം ബഹുമാനത്തോടെ ഭഗവാൻ സമ്മാനിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. പക്ഷേ മഹാഭാഗവത്തിൽ ആ കാര്യം വ്യക്തമാക്കുന്നത് ആ മഹാഭാഗവത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 8-ാം അധ്യായത്തിലുള്ള 30-ാമത്തെ ശ്ലോകത്തിൽ വാരുണി ദേവിയെപ്പറ്റി പ്രസ്താവിക്കുന്നുണ്ട്. അദാസീത് വാരുണീ ദേവി കന്യാ കമലലോചന അസുര ജിഗൃഹസ്ഥാമുവേ ഹരേരനു മതോദേ. പിന്നെയും മഥനം ചെയ്തപ്പോൾ താമരതളം പോലെയുള്ള നേത്രങ്ങളോടുകൂടിയ മദ്യത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ കന്യക അവസ്ഥയെ പ്രാപിച്ച വാരുണി ദേവി ഉണ്ടായി. അവളെ ഹരിയുടെ സമ്മതത്തോടുകൂടി അസുരന്മാർ ഗ്രഹിച്ചു. മദ്യപാനികളായ അസുരന്മാർ അപേക്ഷിച്ച പ്രകാരമാണ് ഭഗവാൻ മഹാവിഷ്ണു മദ്യദേവതയെ അവർക്ക് നൽകിയത്. ഭട്ടതിരിപ്പാട് രേഖപ്പെടുത്തിയതുപോലെ അത്യന്തം ബഹുമാനത്തോടെ മഹാസുരന്മാർക്കങ്ങ് സമ്മാനിച്ചു. അങ്ങനെയല്ല, ഭട്ടതിരിപ്പാടിൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം മദ്യപാനം പ്രോത്സാഹിപ്പിക്കുവാനായി അസുരന്മാർക്ക് മദ്യദേവതയെ വളരെ ബഹുമാനത്തോടെ നൽകിയെന്ന ദുരാരോപണത്തിന് ഭഗവാൻ വിധേയനാകേണ്ടി വരില്ലേ? ഈ കാര്യത്തിൽ വ്യാസവിരചിതമായ മഹാഭാഗവതം മൂലത്തിൽ രേഖപ്പെടുത്തിയത് സ്വീകരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. അടുത്ത് ശ്ലോകം 10. തരുണാംബുദസുന്ദരസ്തദാത്വം നനു തന്വന്തരീ ഉന്തിദൂംപുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തീം ഹരമാരുതാലയേശ. തഥാ തരുണാംബുദസുന്ദരത്വം നനു. പുതിയ മേഘത്തിനെ പോലെ ശോഭിക്കുന്ന അഴകുള്ള അങ്ങ് തന്നെ കരാഭ്യാം കലശേ അമൃതം വഹൻ. 2 കൈകളാൽ പൊന്നിൻ അമൃത കലശവുമേന്തി അമ്പുരാശേ ധന്വന്തരി ഉദ്ധിത. പാൽക്കടലിൽ നിന്ന് ധന്വന്തരി മൂർത്തിയായി ഉയർന്നു വന്നു. മാരുതാലയേശ അഖിലാർത്തിം ഹരേ. ഗുരുവായൂരേശ അങ്ങ് എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കണമേ. ഇവിടെ ഭഗവാൻ ആ അമൃതകലശവുമായി ഉയർന്നു വരുന്ന ധന്വന്തരി മൂർത്തിയുടെ അവതാരം സ്വീകരിച്ചു വരികയാണ്. എങ്ങനെയാണ്? 2 കൈകളെ കൊണ്ട് അമൃതം നിറച്ച പൊന്നിൻ കുടത്തെ വഹിച്ച് പുതിയ മേഘത്തിനെ പോലെ ശോഭിക്കുന്ന മനോഹര രൂപത്തോടു കൂടിയ ഭഗവാൻ പാലാഴിയിൽ നിന്ന് ധന്വന്തരി മൂർത്തിയായി ഉയർന്നു വന്നു. വൈദ്യനാഥനായ ധന്വന്തരി മൂർത്തി സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഭട്ടതിരിപ്പാട് തൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ധന്വന്തരി മൂർത്തിയാണ് ലോകത്തിൽ ആയുർവേദത്തെ ആദ്യമായി പ്രചരിപ്പിച്ചത്. വൈദ്യനാഥനാണ്
ധന്വന്തരി മൂർത്തി ലോകത്താദ്യമായിട്ട് ഈ ആയുർവേദം എന്ന മഹാശാസ്ത്രം ഉത്ഭവിപ്പിച്ചതും പ്രചരിപ്പിച്ചതും ധന്വന്തരി മൂർത്തിയാണ്. രോഗങ്ങളും വരാതിരിക്കാനും വന്നു കഴിഞ്ഞ രോഗം മാറാനൊക്കെ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ധന്വന്തരി മൂർത്തിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പോയി പൂജാതി കാര്യങ്ങൾ ചെയ്തും ഒക്കെ നമ്മൾ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ ഗുരുവായൂരപ്പൻ ധന്വന്തരി മൂർത്തി ഭാവത്തിലാണ് എന്ന് തത്സമയം ഭട്ടതിരിപ്പാടിന് തോന്നി. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലും പോയി പ്രാർത്ഥിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. നമസ്തേ.